ഡേഞ്ചറസ് ലവ് അല്ലെങ്കിൽ ഫേറ്റൽ ലവ്, ഒരു കൊലപാതകത്തിലേക്ക് പ്രണയം പോകാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ടീനേജ് വയലൻസ് സ്റ്റോപ്പ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എഡ്യൂക്കേഷൻ, അവെയർനെസ് അല്ലെങ്കിൽ ബോധവൽക്കരണം. ഈ സ്കൂളുകളിലൊക്കെ എന്തോരം അൺവാണ്ടഡ് സബ്ജക്ട്സ് പഠിപ്പിക്കുന്നുണ്ട്, കോളേജുകളിലും. ആ സമയത്ത് ഇതുപോലത്തുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതായത് പാർട്ട്ണറുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരു വികാരം ലവ് ആണോ ലസ്റ്റ് ആണോ ഒബ്സഷൻ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയണം, കൺട്രോളിങ് ബിഹേവിയർ എന്താണ്, ടോക്സിസിറ്റി അവോയ്ഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൂടെ? രണ്ടാമത്, ഓപ്പൺ ഡയലോഗ്. പേരൻസോ റിലേറ്റീവ്സോ മെൻറ്റേഴ്സോ സീനിയർ ആയിട്ടുള്ള ആരെങ്കിലുമായിട്ട് ഓക്കെ, നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ. അതിന് പേരൻസും കുറേ കൂടെ മാറണം. പണ്ടത്തെ പേരൻസ് അല്ല, പണ്ടത്തെ കുട്ടികളും അല്ല. സോ യു ഹാവ് ടു ചേഞ്ച് എ ലോട്ട്. എന്തൊരു പ്രശ്നം വന്നാലും എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ അവസാനം എന്നോട് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യും, എൻ്റെ ഹെൽപ്പ് ചോദിക്കും, എൻ്റെ സപ്പോർട്ട് ചോദിക്കും എന്നൊരു വിശ്വാസം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കുണ്ടോ? Okay, that is one. Next one is sort of counseling and intervention. ഓക്കെ, എന്തെല്ലാം ഹോട്ട് ലൈൻസ് ഇരിക്കുന്നു, ഹെൽപ്പ് ലൈൻ ഇരിക്കുന്നു. നമ്മുടെ മൊബൈലിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ ഒരു 24 hours കസ്റ്റമർ ഹെൽപ്പ് ലൈൻ ഉണ്ട്. എല്ലാത്തിനും ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട്. ഇതുപോലത്തെ സിറ്റുവേഷൻസ് എന്തുകൊണ്ട് ഹെൽപ്പ് ലൈൻസ് ഇല്ല? ഒരു 24/7 ഇമോഷണൽ ഓർ മെൻറ്റൽ ഹെൽപ്പ് ലൈൻ ഓർ സ്പെസിഫിക്കലി ഫോർ ടീനേജേഴ്സ്. ഓക്കെ, നമ്മൾക്ക് നമ്മുടെ പാർട്ട്ണറിനെ കൊല്ലണമെന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു സൂയിസൈഡൽ ടെൻഡൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഇവരെ വിളിച്ച് ആരെങ്കിലുമൊക്കെ വിളിച്ച് സംസാരിക്കുക. ദർ ഇസ് സംബഡി ദേർ എന്ന് ചിന്തിക്കുക. ഒരു വിഷമം വന്നാൽ നമ്മൾ പണ്ടൊക്കെ അങ്ങനെയല്ലേ ചെയ്തിരുന്നത്? ഒന്നെങ്കിൽ വീട്ടിലുള്ള ആരോടെങ്കിലും നമ്മൾ പോയി സംസാരിക്കും. അല്ലാണ്ട് നമ്മൾ നെറ്റ് എടുത്ത് തപ്പി ഈ ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ സ്വയം വ്യാഖ്യാനിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതോ കൂടുതൽ വഷളാക്കുന്നതാണോ പ്രവണത? അല്ല. സോ ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയും, ഇടപെടുക ആൻഡ് ഗെറ്റ് റിഡ് ഓഫ് ദ പ്രോബ്ലം വൺസ് ആൻഡ് ഫോർ ഓൾ. ഈ കൊലപാതകവും അതൊന്നും അല്ലാതെ വേറെ എന്തെല്ലാം നമുക്ക് ചെയ്യാം? ഒരു ബാലൻസ്ഡ് മെൻറ്റാലിറ്റി ആയിട്ട് ഹൗ ക്യാൻ യു ഗോ അഹെഡ് വിത്ത് ഇറ്റ്? ഓക്കെ, സോ അതാ ഞാൻ പറയുന്നത്. ഈ ടീനേജ് വയലൻസ് എന്ന് പറഞ്ഞാൽ ലവ് എപ്പോഴും ഇൻറ്റൻസ് ആണ്. അതിൽ പ്രശ്നങ്ങളുണ്ടാവാം, റിലേഷൻഷിപ്സ് ആകുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവാം. പക്ഷേ അതൊരു മരണത്തിലോ കൊലപാതകത്തിലോ എന്തിന് കലാശിക്കണം? അത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഓക്കെ, ഒരു പാർട്ട്ണറുടെ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ പ്രൈവസി റെസ്പെക്റ്റ് ചെയ്യുക. ഡിജിറ്റൽ ബൗണ്ടറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അനാവശ്യമായിട്ട് പാസ്വേഡും കാര്യങ്ങൾ അതൊന്നും ചെക്ക് ചെയ്യാതിരിക്കുക. വിശ്വാസം ഓർ ട്രസ്റ്റ് എന്നുള്ളത് രണ്ട് ഭാഗത്തു നിന്നും വരണം. ഓക്കെ, ഇങ്ങനെയൊക്കെ കോപ്പിംഗ് സ്കിൽസ്. പിന്നെ ഒരു ബ്രേക്കപ്പ് വന്നാൽ അതെങ്ങനെ നമ്മൾ കോപ്പപ്പ് ചെയ്യണം, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. സോ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? സോ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഇതുപോലത്തെ വല്ലാത്ത തോട്ട്സുമായിട്ട് വല്ലാതെ അലട്ടുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അവരെ സഹായിക്കാനുള്ള റിസോഴ്സസ് ഉണ്ട്, ആൾക്കാരുണ്ട്. വയലൻസ് ഒരിക്കലും ആൻസർ അല്ല. ഓക്കെ, സോ ടേക്ക് കെയർ.